BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയുടെ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് റിലീജിയൻ, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മതമാണ്, റിലീജിയനാണ്. അതായത് എല്ലാ സമൂഹങ്ങളിലും മത ആചാരങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? കർശനമായി പരിപാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കുന്നുണ്ട്. വ്യത്യസ്ത ഫോമുകളിലാണെങ്കിൽ പോലും എല്ലാ സമൂഹങ്ങളിലും എന്തുണ്ട്? മതം എന്നതൊരു സാമൂഹ്യ സ്ഥാപനം നിലനിൽക്കുന്നു. വ്യക്തികളുടെ ജീവിത രീതിയെ മെച്ചപ്പെടുത്തുന്നതിനും ഐക്യത്തോടുകൂടി നിലനിർത്തുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്? ഐക്യത്തോടെ നിലനിർത്തുന്നതിനും സമന്വയിപ്പിക്കുന്നതിനും എന്ത് പ്രധാന പങ്ക് വഹിക്കുന്നു? മതം പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നു. അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിൽ പോലും എല്ലാ സമൂഹങ്ങളിലും എന്ത് നിലനിൽക്കുന്നുണ്ട്? മതം എന്ന് പറയുന്ന സാമൂഹ്യ സ്ഥാപനം പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മതം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തികൾക്ക് അല്ലെങ്കിൽ മനുഷ്യനും അവർ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതുമായിട്ടുള്ള അമാനുഷിക ശക്തിയോടുള്ള ബന്ധത്തെയാണ്, അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ശക്തിയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എന്ത് വിളിക്കാം? മതം എന്ന് വിളിക്കാം. അതായത് മനുഷ്യൻ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതുമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ശക്തിയോടുള്ള അവന്റെ ബന്ധത്തെ നമുക്ക് മതം എന്ന് പൊതുവെ വിളിക്കാവുന്നതാണ്. ഇനി ഒരു ഡെഫിനിഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ടി.എൻ. മജുംദാർ, ടി.എൻ. മദൻ എന്നിവരുടെ അഭിപ്രായത്തിൽ അമാനുഷിക ശക്തിയോടുള്ള മനുഷ്യന്റെ ഭയത്തെയാണ് എന്ത് വിളിക്കുന്നത്? മതം എന്ന് വിളിക്കുന്നത്. അതായത് അമാനുഷിക ശക്തിയോടുള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണം ആണ് മതം എന്ന് ടി.എൻ. മജുംദാറും ടി.എൻ. മദനും അഭിപ്രായപ്പെടുന്നു. അതായത് അമാനുഷികമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത ശക്തിയോടുള്ള മനുഷ്യന്റെ സ്വാഭാവികമാകുന്ന പ്രതികരണം അല്ലെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത് എന്നാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഇവർ അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോണൻസ് ഓഫ് റിലീജിയൻ ആണ്. അതായത് റിലീജിയന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മതം സംസ്കാരത്തിന്റെ രൂപമാണ്. അതായത് മതം എന്ന് പറയുന്നത് എന്താണ്? സംസ്കാരത്തെ റിവീൽ ചെയ്യുന്നു. ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെ മതം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ സംസ്കാരവും മതവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു സംസ്കാരം എന്ന് പറയുന്ന ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ മതത്തെ കൂടെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് ആചാരം, അനുഷ്ഠാനം, വിശ്വാസങ്ങൾ എന്നിവ ഇതിലുണ്ട്, മതത്തിൽ ഉണ്ട്. മൂന്നാമതായിട്ടെന്ന് പറയുന്നത് വ്യക്തിയിൽ മൂല്യം, ലക്ഷ്യം, കൃത്യമായിട്ടുള്ള ജീവിത രീതി എന്നിവ നിലനിർത്തുന്നതിൽ എന്ത് സഹായിക്കുന്നുണ്ട്? മതം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നും എന്താണ്? കോമ്പോണൻസ് ഓഫ് റിലീജിയൻ ആണ്, റിലീജിയന്റെ പ്രധാന ഘടകങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് റിലീജിയൻ എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ മുഖമുദ്രയായിട്ട്, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ രൂപമായിട്ട് നമുക്ക് കണക്കാക്കാം. രണ്ടെന്ന് പറയുന്നത് എന്താണ്? മതം എന്ന് പറയുന്നത് ആചാരം, അനുഷ്ഠാനം എന്നിവയിൽ ഊന്നി നിൽക്കുന്നു. അതായത് ആചാരം, അനുഷ്ഠാനം, വിശ്വാസം എന്നിവയിലെല്ലാം അടിത്തറവാകുന്നു. മൂന്നാമതായിട്ടെന്ന് പറയുന്നത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതശൈലി, വിശ്വാസം, മൂല്യങ്ങൾ എന്നിവ രൂപീകരിക്കുന്നതിൽ എന്ത് സഹായിക്കുന്നുണ്ട്? മതം പ്രധാനമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലമെന്റ്സ് ഓഫ് റിലീജിയൻ ആണ്. അപ്പോൾ എലമെന്റ്സ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? വിശ്വാസം. മതം എന്ത് നൽകുന്നുണ്ട്? ആളുകൾക്കിടയിൽ വിശ്വാസം രൂപീകരിക്കുന്നത് കാരണമാകുന്നു. അതായത് വിശ്വാസമാണ് മതത്തെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്?
വിശ്വാസം. രണ്ടാമതെന്ന് പറയുന്നത് ആചാരങ്ങൾ. അതായത് ഓരോ മതവും എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള അതിൻ്റെ ആ മതത്തിൻ്റെതായിട്ടുള്ള എന്ത് ചെയ്യുന്നു, ആചാരങ്ങൾ പരിപാലിക്കുന്നു. അതായത് ആചാരങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ നടത്തുന്ന ഹിന്ദു വിശ്വാസ പ്രകാരത്തിൽ എന്താണ്, ഹിന്ദു മതവിശ്വാസികൾ എന്താണ്, പൂജ നടക്കുന്നു. മറ്റ് ഹിന്ദു മതങ്ങളിൽ പൂജ നടക്കുന്നു. മുസ്ലിം മതങ്ങളിൽ എന്താണ്, പ്രാർത്ഥനകൾ എന്താണ് നടത്തുന്ന രീതി. അപ്പൊ ഇതെല്ലാം എന്താണ്, ആചാര രീതികൾ. അപ്പൊ എല്ലാ മതങ്ങളിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ആ പ്രാർത്ഥനകൾ സവിശേഷമായ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആരാധന നടത്തുന്നത്. അപ്പൊ ആചാരങ്ങളുണ്ട്. മൂന്നാമതെന്ന് പറയുന്നത് ചിഹ്നങ്ങൾ, സിമ്പിൾസ് അല്ലെങ്കിൽ സയൻസുകൾ. അപ്പൊ സിമ്പിൾസ് എന്നുള്ള അല്ലെങ്കിൽ ചിഹ്നങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഓരോ മതത്തിന്റെയും അല്ലെങ്കിൽ ചിഹ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ മതത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ എന്തിലുണ്ട്, മതത്തിന്റെ എലമെന്റ്സിൽ ഒന്നാണ്. അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് കെട്ടുകഥകൾ. അതായത് മിത്തോളജീസ് അല്ലെങ്കിൽ മിത്തുകൾ എന്തിലുണ്ട്, മതത്തിലുണ്ട്. അപ്പൊ മതത്തിൽ എന്തുണ്ട്, ധാരാളം മിത്തുകൾ നിലനിൽക്കുന്നു. അതായത് കെട്ടുകഥകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളാണ് എലമെന്റ്സ് ഓഫ് റിലീജിയൻ എന്നതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ്, വിശ്വാസം, ആചാരം, ചിഹ്നങ്ങൾ, കെട്ടുകഥകൾ. അപ്പൊ ഈ 4 ഘടകങ്ങളാണ് എലമെന്റ്സ് ഓഫ് റിലീജിയൻ എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഡിക്കോമി ബിറ്റ്വീൻ പ്രൊഫൈൻ, സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. അതായത് സേക്രഡ് എന്ന് പറയുന്നത് എന്താണ്, വിശുദ്ധമായത്. പ്രൊഫൈൻ എന്താണ്, അശുദ്ധി അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്തത് എന്നൊരു രീതിയിലാണ് പ്രൊഫൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സേക്രഡ് അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ളത് എന്താണ്, വിശുദ്ധമായിട്ട് പരിഗണിക്കുന്നത് എല്ലാം എന്താണ്, സേക്രഡ് എന്നുള്ള രീതിയിലാണ് പരിഗണിക്കുന്നത്. അതായത് മതപരമായിട്ടുള്ള അടയാളങ്ങൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എല്ലാം തന്നെ എന്താണ്, സേക്രഡ് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പൊതുവിൽ പറയുന്നത് എന്താണ്, സേക്രഡ് ബുക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത, അതൊക്കെ എന്താണ്, നമ്മൾ സേക്രഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, സേക്രഡ് ബുക്സ് ആണ് അല്ലെങ്കിൽ ഹോളി സേക്രഡ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്താണ്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താണ്, മതപരമായിട്ടുള്ള മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മതത്തെ വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ മതത്തെ ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ ഘടകങ്ങളും എന്താണ്, സേക്രഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്. അതായത് ഉദാഹരണം മതഗ്രന്ഥങ്ങൾ, ഓരോ മതവിശ്വാസിക്കും അവർ വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്താണ്, വിശുദ്ധമായിട്ടുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ അതിനെ എന്താണ്, പരിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിശുദ്ധിയോടുകൂടിയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നതും പരിപാലിക്കുന്നതും എല്ലാം. അപ്പൊ അതിനെയാണ് സേക്രഡ് എന്ന് പറയുന്നത്. ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മളുടെ ഡെഫിനിഷനിൽ ഒതുങ്ങുന്ന ഘടകങ്ങളും നിത്യജീവിതത്തിൽ സാധാരണമായിട്ട് യൂസ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്ത എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രൊഫൈൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കടക്കുമ്പോൾ വരുന്നത്. അപ്പൊ സേക്രഡ് എന്ന് പറയുന്ന ഘടകങ്ങൾ എന്താണ്, നമ്മളുടെ മനുഷ്യന്റെ നിർവചനത്തിൽ ഒതുക്കാൻ കഴിയാത്ത വസ്തുക്കളെയല്ല അല്ലെങ്കിൽ മനുഷ്യന്റെ നിർവചനത്തിൽ ഒതുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതിനെയാണ് നമ്മൾ സേക്രഡ് എന്ന് പറയുന്നത്. സേക്രഡ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. പ്രൊഫൈൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ നിത്യജീവിതവുമായിട്ട് ഒതുങ്ങുന്നതും എന്നാൽ മനുഷ്യന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എന്ത് ചെയ്യാം, പ്രൊഫൈനായിട്ട് പറയാം. അല്ലെങ്കിൽ അത് ശുദ്ധി ഇല്ലാത്തത് എന്ന രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ സേക്രഡും പ്രൊഫൈനും തമ്മിലുള്ളത്. അപ്പൊ സേക്രഡ് എന്ന് പറയുന്നത് വളരെ പരിഭാവനമായിട്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. അത്രയും മതത്തിന്റെ ഓരോ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിനെ അനുശാസിക്കുന്ന അല്ലെങ്കിൽ മതം വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ മതത്തെ സൂചിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളും എന്താണ്, വിശുദ്ധമായിട്ടുള്ള ഒന്നാണ് അല്ലെങ്കിൽ ശുദ്ധിയായിട്ട് പരിശുദ്ധമായിട്ടുള്ള ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം അശുദ്ധി എന്ന രീതിയിലാണ് പ്രൊഫൈൻ എന്ന് പറയുന്ന ഒന്നിനെ നോക്കിക്കാണുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് മതത്തിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനമാണ് എന്ത്, മതം എന്ന് പറയുന്നത്. അതായത് മതത്തിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നൽകുന്ന ഒരു ഉപാധി എന്ന രീതിയിലാണ് മതത്തെ പരിഗണിക്കുന്നത്. ഇനി മതത്തിന്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എന്തിലുണ്ട്, മതത്തിലുണ്ട്. അതായത്
ഓരോ മതവും ഓരോ മതവിശ്വാസി അല്ലെങ്കിൽ മതത്തിൽ ഉൾപ്പെടുന്ന വ്യക്തി വെച്ച് പുലർത്തേണ്ട മാനദണ്ഡങ്ങളും മൂല്യങ്ങളും എന്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത് പറയുന്നത്, ധാർമ്മിക മൂല്യങ്ങളും മാനദണ്ഡങ്ങളും എന്തിലുണ്ട്, മതത്തിലുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഓരോ മതവും എന്ത് ചെയ്യുന്നുണ്ട്, മതത്തിലെ ആളുകൾക്കിടയിൽ ഐക്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് സാമൂഹിക നിയന്ത്രണം. അത് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്, സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ മതവിഭാഗവും അല്ലെങ്കിൽ മതവും എന്ത് ചെയ്യുന്നുണ്ട്, അതിലെ അംഗങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുരോഹിതന്മാർ വഴി അല്ലെങ്കിൽ അതിന്റെ മതത്തിന്റെ നേതാക്കൾ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, മതവിശ്വാസികളെ അവര് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് മേൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് അവര് മതം എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അതാണ് സാമൂഹിക നിയന്ത്രണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് സാമൂഹിക മാറ്റത്തെ മതം സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ മാറ്റത്തെ മതം പിന്തുണയ്ക്കുന്നു. അതായത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, മതം പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് നാലാമതായിട്ട് പറയുന്നത്. ആദ്യത്തെ 3 ഘടകങ്ങളാണ് നമ്മുടെ ഫംഗ്ഷന്റെ പ്രധാനമായിട്ടും മതത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് റിലീജിയൻ. എത്ര തരത്തിലുള്ള മതമാണ് അല്ലെങ്കിൽ വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറയുന്നത് മോണോതിസം. മോണോതിസം എന്ന് പറയുന്നത് എന്താണ്, ഏകദൈവ വിശ്വാസം. അതായത് പൊതുവിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗത്തിലാണ് ഉള്ളത് ഏകദൈവ വിശ്വാസം. അവരെ ഈ 2 മതങ്ങളുടെ വിശ്വാസം പ്രകാരം ഏകദൈവം, ഒരു ദൈവം മാത്രമേ, ഒരു ദൈവത്തിലാണ് അവരുടെ വിശ്വാസം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏകദൈവം അഥവാ മോണോതിസം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് റിലീജിയൻ ആണുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പോളിതിസം. പോളിതിസം എന്ന് പറയുന്നതുകൊണ്ടാണ് ബഹുദൈവ വിശ്വാസം. പ്രധാനമായിട്ടും ഹൈന്ദവ വിശ്വാസത്തിലാണുള്ളത്. ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയാണ് പോളിതിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് എത്തിക്കൽ റിലീജിയൻ. അതെന്ന് പറയുന്നത് എന്താണ്, പരമമായിട്ട് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ആരാധനാമൂർത്തിയിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ പരമമായിട്ടുള്ള ഒരു ശക്തിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട് തന്നെ. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല, എന്നാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പവറിൽ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ദൈവവിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന സമൂഹത്തെയാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് കൺഫ്യൂഷനിസം, ജൈനിസം, ബുദ്ധിസം എന്നുള്ളതൊക്കെ. ഇതെല്ലാം എത്തിക്കൽ റിലീജിയന്റെ ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് പറയുന്നത് അനിമിസം. അനിമിസം എന്ന് പറയുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആത്മാവിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ആരാധിക്കുന്ന രീതിയാണ് അനിമിസം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ആരാധനാ രീതിയാണ് അനിമിസം എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആത്മാവിനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, അതിൽ വിശ്വാസമുണ്ട്. അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആത്മാവിലെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് അനിമിസം എന്ന് പറയുന്നത്. അവർ വെച്ച് പുലർത്തുന്ന വിശ്വാസത്തെയാണ് അനിമിസം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളിൽ ഈ വിശ്വാസം നിലനിൽക്കുന്നു. അടുത്ത് പറയുന്നത് ടോട്ടമിസം. ടോട്ടമിസം എന്ന് പറയുന്നത് മനുഷ്യർക്കും സസ്യങ്ങൾക്കും ഇടയിൽ രക്തബന്ധമോ അല്ലെങ്കിൽ അമൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഒരു ബന്ധമോ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആരാധന രീതിയാണ് എന്ത് പറയുന്നത്, ടോട്ടമിസം എന്ന് പറയുന്നത്. ടോട്ടമിസം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു വിശ്വാസ രീതിയല്ല. ആദ്യകാലങ്ങളിൽ ഗ്രീസിൽ നിലനിന്നിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് മനുഷ്യ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന് സസ്യവുമായിട്ടുള്ള ഒരു ആത്മബന്ധമോ രക്തബന്ധമോ അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നു എന്ന് വാദിക്കുന്ന വിശ്വാസ രീതിയാണ് ടോട്ടമിസം എന്ന് പറയുന്നത്. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എത്തീസം. അതായത് എത്തിസ്റ്റ് എന്നൊക്കെ പറയുന്നത് നിരീശ്വരവാദം. അതായത് ദൈവം ഇല്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെയാണ് എത്തിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള റിലീജിയസ് ഫോംസ് അല്ലെങ്കിൽ റിലീജിയന്റെ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഘടകങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്, മാനവ വിഭവശേഷിയുടെ ഉൽപാദനവും വിതരണവും നടത്തുന്ന അല്ലെങ്കിൽ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്,
അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളെ നിർമ്മിക്കുന്ന രീതിയാണ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ. ഈ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ വിതരണത്തെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതിയാണ് കൺസംഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുകയാണ്. പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രീതിയിൽ അല്ലെങ്കിൽ ഉൽപാദന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഉപഭോഗം എന്ന് പറയുന്നത് വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതിയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കോമ്പോണൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബേസിക് കോമ്പോണൻസ് ഓഫ് എക്കണോമിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ. അതായത് ഉൽപാദന പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഭൂമിയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് മൂലധനം, അതായത് ക്യാപിറ്റൽ. എന്താണ്? ഒരു ഉൽപാദന പ്രക്രിയ ആരംഭിക്കാനായിട്ട് അടിസ്ഥാനമായിട്ട് വേണ്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയോ അല്ലെങ്കിൽ ഉൽപാദന മേഖലയെ സഹായിക്കുന്ന യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് വിളിക്കാം. മൂന്നാമതായിട്ട് വരുന്ന ഘടകമാണ് ലേബേഴ്സ്, അതായത് തൊഴിലാളികൾ, മാൻ പവേഴ്സ്. അപ്പൊ തൊഴിലാളികൾ എന്തിനു വേണം? ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാവേണ്ടതുണ്ട്. അപ്പൊ ഇതുമാണ് പ്രധാനമായിട്ടുള്ള ബേസിക് എലമെന്റ്സ് ആയിട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്കണോമിയുടെ ബേസിക് എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഈ മൂന്ന് ഘടകങ്ങളെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് എക്കണോമിക് സൊസൈറ്റീസ് ആണ്. അപ്പോൾ സൊസൈറ്റി ഏത് തരത്തിലുള്ള സാമ്പത്തിക സമൂഹങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റംസ് നിലനിൽക്കുന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്. അതായത് വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ടൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടകം എന്നുള്ളത് വരുന്നില്ല. അപ്പൊ എന്താണ്? ആളുകൾ നിരന്തരം അന്നത്തേക്കുള്ള വകകൾ ആഹാര വസ്തുക്കൾ കണ്ടെത്തി ജീവിച്ചു കൊണ്ടിരുന്ന ജീവിത രീതി, ഇതിനെയാണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പാസ്റ്ററൽ സൊസൈറ്റി, അതായത് പാസ്റ്ററൽ എക്കണോമി. പാസ്റ്ററൽ എക്കണോമി എന്ന് പറയുന്നത് കന്നുകാലി വളർത്തൽ സമ്പ്രദായത്തെയാണ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് അഗ്രികൾച്ചറൽ സൊസൈറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്കണോമി. നാലാമതായിട്ട് പറയുന്നത് ഫ്യൂഡൽ എക്കണോമി. ഫ്യൂഡൽ എക്കണോമിയിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് എന്താണ് സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾക്ക് വേണ്ടി സൊസൈറ്റി വളർന്നു വരുന്നത്. അപ്പൊ ഫ്യൂഡൽ സൊസൈറ്റി, അതിനുശേഷം വരുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അതായത് വ്യവസായവൽക്കരണം. അതിനുശേഷം അതായത് ആറാമതായിട്ട് വരുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇപ്പൊ ഈ പറഞ്ഞ എക്കണോമിക് സൊസൈറ്റിയുടെ ഘടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയുടെ ഇവല്യൂഷൻ ഓഫ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പരിണാമത്തിൽ നമുക്ക് ഈ പറഞ്ഞ 6 ഘടകങ്ങളെയും നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാവുന്നതാണ്. അപ്പോൾ 6 തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെയാണ് എക്കണോമിക് സൊസൈറ്റിയുടെ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ നിലവിൽ നിൽക്കുന്ന ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് അവസാനമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി സൊസൈറ്റിയുടെ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഈ യൂണിറ്റിൽ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് രാഷ്ട്രീയ വ്യവസ്ഥ. രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയത്തെ അധികാരം വിതരണം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും രാഷ്ട്രീയ ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന ഔപചാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനയാണ് എന്ത്? രാഷ്ട്രീയ വ്യവസ്ഥ അഥവാ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവിടെ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിനകത്തെ ജനങ്ങളുടെ സാമൂഹ്യക്ഷേമം എന്നിവ എന്താണ് ഇതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് മുൻനിർത്താവുന്നതാണ്. ഇനി രാഷ്ട്രീയ വ്യവസ്ഥ എന്നത് അതിന്റെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആണ്. ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഗവൺമെന്റ് ആണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രധാനമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിലനിൽക്കുന്നത് വെച്ചാൽ ഒന്നാമത്തേത് ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സമൂഹത്തിലും ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നിയന്ത്രിക്കുകയും അധികാരം മേധാവിത്വമുള്ള ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്
ജനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെച്ച് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഓരോ സമൂഹത്തിലും നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ ജനങ്ങളെ നിയന്ത്രിക്കുകയും അധികാരം പ്രയോഗിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എന്ത്? ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതോ അംഗീകരിക്കുന്നതോമായിട്ടുള്ള സാമൂഹ്യ സ്ഥാപനമായിരിക്കും. ഇപ്പൊ ഇതിനെയാണ് നമ്മൾ ഒന്നാമതായിട്ട് ഗവൺമെന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് സ്റ്റേറ്റ്, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്? സ്റ്റേറ്റ് അഥവാ സംസ്ഥാനം. അതായത് ഒരു സമൂഹത്തിന്റെയോ സർക്കാരിന്റെയോ സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് അഥവാ സംസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സമൂഹത്തിന്റെയോ സർക്കാർ സ്ഥാപനത്തിന്റെയോ രാഷ്ട്രീയ സംഘടന, അതായത് ഒരു സമൂഹത്തിന്റെയോ സർക്കാർ സ്ഥാപനത്തിന്റെയോ രാഷ്ട്രീയ സംഘടനയാണ് എന്ത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നതാണ് പവർ. പവർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം അല്ലെങ്കിൽ അധികാര പ്രയോഗം നടത്തുന്നതിനെയാണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ എന്ന് പറയുന്നതാണ് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന ഘടകത്തെയാണ് പവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുന്നതാണ് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്താനുള്ള അധികാരത്തെയാണ് അല്ലെങ്കിൽ അനുമതിയെയാണ് എന്ന് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് അധികാരം പ്രയോഗിക്കുവാനുള്ള അവകാശം, അധികാരം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പവർ, അതിനെ പ്രയോഗിക്കുവാനുള്ള അവകാശത്തെ അല്ലെങ്കിൽ അനുമതിയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ലീഗലി പെർമിറ്റഡ് ആയിരിക്കും. അപ്പൊ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ്, അതായത് ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുവാനുള്ള ലീഗലി പെർമിറ്റഡ് ആയിട്ടുള്ള വ്യവസ്ഥയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പവർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നല്ല. അതായത് പവർ എന്ന് പറയുന്നത് ലീഗൽ സാങ്ഷൻ ഉണ്ടാവണമെന്നില്ല. പവർ എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പൊസിഷന്റെ അടിസ്ഥാനത്തോ അല്ലെങ്കിൽ സ്റ്റാറ്റസിന്റെ അടുത്തോ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലോ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ മേൽ പവർ ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് പവർ എന്ന് പറയുന്നത് എന്താണ്? ലീഗലി സാങ്ഷൻഡ് ആയിട്ടുള്ള ഒരു ഘടകമല്ല. പക്ഷെ അതോറിറ്റി എന്ന് പറയുന്നതാണ് പൂർണ്ണമായിട്ടും ലീഗലി അനുവദിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനുള്ള അവകാശത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതോറിറ്റി എന്ന് വിളിക്കാം. അപ്പൊ പവർ, അതോറിറ്റി എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളും ഡിഫറെന്റ് ആണ്. ഇനി അടുത്തായിട്ട് പറയുന്നതാണ് പൊളിറ്റിക്കൽ പാർട്ടി. അടുത്ത ടൈപ്പാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. പൊതു താല്പര്യങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും വെച്ച് പുലർത്തുന്ന സംഘടനകളാണ് എന്ത്? രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അതായത് പൊതു താല്പര്യങ്ങളും അതായത് പൊതുക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും എന്നാൽ പ്രത്യേകമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നതുമായിട്ടുള്ള സംഘടനകളാണ് എന്ത്? രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതാണ് സോവേണിറ്റി, അതായത് പരമാധികാരം. പരമാധികാരം എന്ന് പറയുന്നതാണ് പൗരന്മാരുടെ മേലുള്ള ഭരണത്തിന്റെ പരമാധികാരത്തെ ഊന്നി പറയുകയും അവരെ നിരുപാധികമായ ക്രമസമാധാനത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നതാണ് സോവേണിറ്റി എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ മേലുള്ള ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ പരമാധികാരം, പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മേൽ ഭരണകൂടത്തിൽ ഉണ്ടായിരിക്കുന്ന അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുമാണ്. അതായത് പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതായത് പരമാധികാരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പറയുന്നത് എന്താണ്? ജനങ്ങളുടെ മേൽ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഭരണത്തിന് നടത്താനുള്ള അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. പക്ഷെ ഈ അധികാരം എന്ന് പറയുന്നത്, അതായത് ഭരണകൂടത്തിന് നൽകുന്ന അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്, ഇലക്ഷൻ പ്രോസസ്സിലൂടെ മാത്രമേ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണത്തിന് ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പരമാധികാരം എന്നുള്ള അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഭരണനീതി സംവിധാനങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നാണ്. അതിൽ ഒന്നാമതാണ് മൊണാർക്കി, അതായത് രാജവാഴ്ച.
തലമുറകളായിട്ട് വരുന്ന അധികാര പ്രയോഗത്തിലൂടെ നിലനിൽക്കുന്ന ഭരണരീതിയാണ് മൊണാർക്കി എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് തിയോക്രസി. തിയോക്രസി എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള പരിപാലനകൾ നൽകിക്കൊണ്ട് സമൂഹത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അധികാരം നടത്തുന്ന രീതിയാണ് തിയോക്രസി എന്ന് പറയുന്നത്. ഉദാഹരണം വെച്ചാൽ ഒരു കാലഘട്ടങ്ങളിൽ ആദ്യകാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ കാത്തോലിക് സഭ എന്ന് പറയും കാത്തോലിക് സഭയാണ് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. അതായത് പുരോഹിത വർഗമാണ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയാണ് എന്നാണെങ്കിൽ കത്തോലിക്ക സഭയും പുരോഹിതന്മാരുമാണ് സമൂഹത്തിൽ യൂറോപ്പിൽ മുഴുവൻ ഭരണം നടത്തിയിരുന്നത്. പള്ളിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അത് ആ ഒരു രീതിയാണ് തിയോക്രസി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഒളിഗാർക്കി. ഒളിഗാർക്കി എന്ന് വെച്ചാൽ പ്രഭുഭരണം അല്ലെങ്കിൽ പ്രഭുവർഗ ഭരണം എന്നുള്ള രീതിയിലാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. അതായത് പദവി, സമ്പത്ത്, കുടുംബം, മതമേധാവിത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്ന രീതി, പ്രധാനമായിട്ടും ഭൂമിയുടെ അടിസ്ഥാനത്തിൽ, അതായത് സ്വത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്ന രീതിയാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് പറയുന്നത് ഏകാധിപത്യമാണ്. അതായത് ഒരു വ്യക്തി തന്നെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭരണരീതിയാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ഡെമോക്രസിയാണ് ഇന്ന് ലോകത്തെമ്പാടും കൂടുതലായിട്ട് നിലനിൽക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ അടുത്തായിട്ട് ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് അതോറിറ്റേറിയനിസം അഥവാ സ്വേച്ഛാധിപത്യം. ഇവിടെ എന്ന് വെച്ചാൽ ഗവൺമെന്റിൽ ജനങ്ങളുടെ പങ്കാളിത്തം നിഷേധിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അതോറിറ്റേറിയനിസം അഥവാ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ മേൽ യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ജനങ്ങളുടെ പങ്കോ അഭിപ്രായമോ ഒന്നും തന്നെ സ്വീകരിക്കാത്ത രീതിയാണ് അതോറിറ്റേറിയനിസം അഥവാ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏഴാമത്തെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണ രീതിയാണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത്. സമഗ്രാധിപത്യം. ഇതെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ വിപുലമായി നിയന്ത്രിക്കുകയും പൂർണ്ണമായിട്ട് ജനങ്ങളുടെ അവകാശത്തെ പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനത്തെയാണ്. അതായത് പൂർണ്ണമായിട്ടും ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രീകൃതമായിട്ടുള്ള നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സംഘത്തിന്റെയോ നേതൃത്വത്തിൽ ജനങ്ങളെ ഭരിക്കുന്ന രീതിയാണ് ടോട്ടലിറ്റേറിയനിസം അഥവാ സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായിട്ടുള്ള അധികാരം നിഷേധിക്കപ്പെടുന്നു. ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐഡിയോളജീസ് വെച്ച് പുലർത്തുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ജനങ്ങളുടെ മേൽ പൂർണ്ണമായിട്ടും അധികാരം വിനിയോഗിക്കുന്ന രീതിയാണ് സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ മൂന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് മതമാണ്. മതം എന്താണ്, മതത്തിന്റെ സവിശേഷതകൾ, മതം എത്ര തരത്തിലുള്ള മതവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. രണ്ടാമത് ഡിസ്കസ് ചെയ്തത് സാമ്പത്തിക സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അത് സാമ്പത്തിക സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനമായിട്ട് സാമ്പത്തിക സമൂഹത്തിന്റെ പരിണാമത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം സാമൂഹ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് രാഷ്ട്രീയ വ്യവസ്ഥ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ് നിലനിൽക്കുന്നത് എന്നും ഏതൊക്കെ രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളുമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ തേർഡ് ബ്ലോക്കിലെ എല്ലാ മൂന്നാമത്തെ യൂണിറ്റും അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ ബ്ലോക്കിലെ പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.